ഇപ്പോഴും സത്യം പറഞ്ഞാൽ PSC പഠിക്കുന്ന ഒരു പിള്ളേർ ചെയ്യേണ്ട ഒരു അവസ്ഥ, ഒന്ന് എക്സാം പാസ്സാകുക, പിന്നെ അടുത്ത ലിസ്റ്റിൽ വരിക, പിന്നെ പോലീസിൽ ചേരേണ്ട പ്രത്യേകിച്ച് ഫിസിക്കലും കഴിഞ്ഞ് സമരം കൂടി വിളിക്കേണ്ട ഒരു കഴിവും കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ധന്മാരാണോ ചെവി കേൾക്കാത്ത ആൾക്കാരാണെന്ന് പറയുന്നത്. ഇത്രയും നമ്മളെയാണല്ലോ മച്ചമ്പി. 19 വർഷമായി എൻ്റെ അമ്മ സർവീസ് കയറിയിട്ട്. ആ സമയത്തും ഈ സെക്രട്ടേറിയലിൻ്റെ ലിസ്റ്റ് വൈകിയതിനെതിരെ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത് പറയുന്ന പോലെ 28ാമത്തെ വയസ്സിൽ പോലീസിൻ്റെ അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഈ മന്ത്രിമാരുടെ അടുത്ത് പോയി കാണുമ്പോൾ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഓഫീസിൽ തന്നെ പോകുന്നത്. പോകുമ്പം പറയണം മീൻ കച്ചവടത്തിന് പോകും, അതിന് പോയി ഇതിന് പോകുന്നു. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. മീൻ കച്ചവടം ഒന്നും അത്ര ചെറിയ ജോലിയാണ്. കാരണം അവർ ചെയ്യുന്നതിനേക്കാൾ അന്തസ്സായിട്ടുള്ള ജോലി തന്നെയാണ് മീൻ കച്ചവടം. ആ ചെറുക്കനെത്തിരി പഴയ മീൻ പറഞ്ഞു സജി ചെറിയാനാണെന്ന് തോന്നുന്നു, ആ പുള്ളിയാണ് ഇവിടെ പറഞ്ഞത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവിടെ ഈ ഇരിക്കുന്ന മന്ത്രിസഭയിലുള്ള ഒരാൾ പോലും ഇത് കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് ഈ ഇരിക്കുന്ന യുവാക്കൾക്ക്? കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. 4 കിറ്റ് തന്നാ തീരോ ഇവിടുത്തെ കാര്യങ്ങൾ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ചോറിയുന്ന ഒരു മനുഷ്യർക്ക് മനസ്സിലാവും ഒരാളുടെ കഷ്ടപ്പാട്. ബന്ധപ്പെട്ടൊരു സാധനമാണ് ഇവിടെ ഒന്ന് തെണ്ടി ചോദിക്കുന്ന ഇവിടെ. ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. അതുപോലും കേൾക്കാൻ വയ്യാതെ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ സത്യമായ വാക്കുകൾ ഇല്ല ഒന്ന് പറയാനായിട്ട്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ.